ഒന്ന് ആലോചിച്ചു നോക്കൂ, 70 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മാസികയിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് എന്ത് പഠിക്കാനുണ്ടാകും? ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ 1951 ജൂലൈയിലെ അഖണ്ഡജ്യോതി എന്ന വിജ്ഞാനത്തിന്റെ ഒരു കെടാവിളക്ക് തുറന്നു നോക്കാൻ പോവുകയാണ്. ആ കാലഘട്ടത്തിലെ അറിവുകൾ വ്യക്തികളെയും സമൂഹത്തെയും ഒരുപോലെ മാറ്റിമറിക്കാൻ എങ്ങനെയാണ് ശ്രമിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ഈ മാസികയുടെ സ്ഥാപകന്റെ ലക്ഷ്യം വളരെ ക്ലിയറായിരുന്നു. ഇത് വെറുതെ കുറെ ആത്മീയ തത്വങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നില്ല, മറിച്ച് ഗായത്രി സാധന എന്ന ആ ഒരു ശക്തമായ അനുഷ്ഠാനത്തിന്റെ ഗുണങ്ങൾ ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തിലേക്കെത്തിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡായിരുന്നു ഇത്. അപ്പോ ഈയൊരു യാത്രയില് നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം അഖണ്ഡജ്യോതിയെ ഒന്ന് പരിചയപ്പെടാം, പിന്നെ ഗായത്രിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ജീവിതം തന്നെ മാറ്റിമറിച്ച ചില യഥാർത്ഥ കഥകൾ കേൾക്കാം. സമൂഹത്തെക്കുറിച്ചുള്ള മാസികയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. അവസാനം ഈ അറിവുകൾക്ക് ഇന്നും എന്ത് പ്രസക്തിയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഈ മാസികയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. എന്താണ് ശരിക്കും ഈ അഖണ്ഡജ്യോതി? ആരായിരുന്നു ഇതിന് പിന്നിലെ ആദരണീയനായ എഴുത്തുകാരൻ? നമുക്ക് നോക്കാം. ഇവിടെയാണ് അഖണ്ഡജ്യോതി ശരിക്കും വ്യത്യസ്തമാകുന്നത്. ഇതൊരു തത്വചിന്താ പുസ്തകം പോലെ ആയിരുന്നില്ല, മറിച്ച് ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ നേരിടുന്ന സാധാരണ മനുഷ്യർക്ക് അവരുടെ ഉള്ളിലെ ശക്തി കണ്ടെത്തി ആത്മീയമായി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രാക്ടിക്കൽ ഹെൽപ്പർ, അതായിരുന്നു ഇത്. അപ്പോ ഈ ഒരു പ്രായോഗിക വഴികാട്ടിയുടെ അടിസ്ഥാന തത്വം എന്തായിരുന്നു? മാസികയിലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആ ഒരു പ്രധാന ആത്മീയ സാധനയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഗായത്രി സാധന. ഒരുപക്ഷേ ഈ ആശയം പലർക്കും പുതിയതായിരിക്കാം. എന്താണിത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഗായത്രി മന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡീപ്പ് സ്പിരിച്വൽ പ്രാക്ടീസാണിത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിച്ച് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരിക എന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ നോക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഒരു വ്യാപ്തി ശരിക്കും മനസ്സിലാവുന്നത്. ഒന്ന് നോക്കൂ, അത് വെറുമൊരു മനസ്സമാധാനത്തിൽ ഒതുങ്ങുന്നില്ല. വിജയം, പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം, എന്തിന് നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്നുള്ള സംരക്ഷണം വരെ. അതായത് ജീവിതത്തിന്റെ ഒരു കംപ്ലീറ്റ് അപ്ഗ്രേഡാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. തത്വങ്ങളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം അല്ലേ? പക്ഷേ ഇതൊക്കെ ശരിക്കും ജീവിതത്തിൽ നടക്കുവോ? അതിനുള്ള ഉത്തരമാണ് അടുത്ത ഭാഗം. മാസികയിൽ പങ്കുവെച്ച സാധാരണ മനുഷ്യരുടെ അവിശ്വസനീയമായ മാറ്റത്തിന്റെ കഥകളിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ കഥ ഡോക്ടർ രാംനാരായണന്റേതാണ്. വൈദ്യശാസ്ത്രം പോലും കൈവിട്ടൊരവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതിന്റെ ഒരു അവിശ്വസനീയമായ അനുഭവം. അദ്ദേഹത്തിന്റെ അവസ്ഥ എത്രത്തോളം സീരിയസ് ആയിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം പ്രൊഫഷണലിലുള്ള ഡോക്ടർമാർ പോലും പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടു. അദ്ദേഹം തന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയായിരുന്നു. എന്നാൽ ആ നിരാശയുടെ പടുകുഴിയിൽ വെച്ചാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. "ഞാനൊരു ദിവ്യപ്രകാശം കണ്ടു. എന്റെ ശരീരം ഒരു പുതിയ ജീവശക്തിയാൽ നിറഞ്ഞു. അത് മരണത്തിൽ നിന്നുള്ള ഒരു പുനർജന്മം പോലെയായിരുന്നു ശരിക്കും." അപ്പൊ രോഗശാന്തി ഒരു വശത്ത്, പക്ഷേ വർഷങ്ങളായി നമ്മളെ വിടാതെ പിടികൂടുന്ന ദുശ്ശീലങ്ങളുടെ കാര്യമോ? അതിൽ നിന്ന് മോചനം നേടാൻ പറ്റുമോ? അടുത്ത കഥ അത്തരമൊരു പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയുമാണ്. 20 വർഷം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു ദുശ്ശീലത്തിന്റെ പിടിയില് ഇത്രയും കാലം ജീവിക്കുക. വ്യക്തിപരമായും കുടുംബപരമായും അദ്ദേഹം അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കും. ഒരു മാറ്റം അസാധ്യമാണെന്ന് പോലും അദ്ദേഹം വിശ്വസിച്ചു പോയിരുന്നു. അപ്പോൾ ആ അസാധ്യമെന്ന് തോന്നിയ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? ഉത്തരം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട്. മന്ത്രത്തിന്റെ ശക്തി എന്റെ ഉള്ളിലെ നല്ല ചിന്തകളെ ഉണർത്തി. എനിക്ക് മുമ്പില്ലാത്തൊരു ശക്തി ഞാൻ കണ്ടെത്തി. അതായത് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ നന്മയെ തട്ടിയുണർത്തുകയായിരുന്നു ആ മന്ത്രം. ഇങ്ങനെയുള്ള വ്യക്തിപരമായ മാറ്റങ്ങൾ ശരിക്കും ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ അഖണ്ഡജ്യോതിയുടെ കാഴ്ചപ്പാട് അവിടെ തീരുന്നില്ല. ഒരു വ്യക്തിയിലെ മാറ്റം എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ തന്നെ മാറ്റത്തിന് കാരണമാകുന്നതെന്നാണ് മാസിക അടുത്തതായി പറയുന്നത്. ശരിക്കും 1951 ഇതൊരു വലിയ പുരോഗമനപരമായ ചിന്തയായിരുന്നു. സ്ത്രീകളുടെ അന്തസ്സിനെക്കുറിച്ചുള്ള ഈ ലേഖനം കാണിക്കുന്നത് വ്യക്തിപരമായ ആത്മീയതയെ സാമൂഹിക ധാർമ്മികതയുമായി എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരുന്നത് എന്നാണ്. മാസിക വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്ത്രീകളോടുള്ള ബഹുമാനമാണ് ഒരു ധാർമ്മിക സമൂഹത്തിന്റെ അടിസ്ഥാന ശില. അപ്പം നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ളൊരു വ്യക്തമായ ബ്ലൂ പ്രിന്റ് തന്നെ ഇതിൽ കാണാം. ഇതിന്റെ തുടക്കം ഓരോ വ്യക്തിയിൽ നിന്നുമാണ്.
വ്യക്തിപരമായ ധാർമ്മികത, സത്യസന്ധത, സേവന മനോഭാവം ഇവയിലൂടെ അത് സമൂഹത്തിലേക്ക് പടരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ നയിക്കേണ്ടത് ആത്മീയ മൂല്യങ്ങളായിരിക്കണം, തിരിച്ചല്ല. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്കെത്തുകയാണ്. 70 വർഷം പഴക്കമുള്ള ഈ വാക്കുകളിൽ നിന്ന് നമുക്കിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? എന്താണ് ഈ മാസികയുടെ കാലാതീതമായ സന്ദേശം? ഈ പഴയ ലക്കത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. സ്ഥിരമായ ആത്മീയ സാധനയിലൂടെ ആർക്കും മാറാൻ സാധിക്കും. അങ്ങനെയുണ്ടാകുന്ന വ്യക്തിപരമായ കരുത്താണ് ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ. ചുരുക്കത്തിൽ, ഭൗതിക പുരോഗതിയും ആത്മീയ മൂല്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു വലിയ സന്ദേശമാണിത്, അല്ലേ? അപ്പോ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. അഖണ്ഡ ജ്യോതി ഒരു കെടാവിളക്കാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കത്തിച്ചുവെക്കാൻ കഴിയുന്ന അറിവിന്റെയും നന്മയുടെയും ആ കെടാവിളക്കേതായിരിക്കും?